ഭരണപരമായ കാര്യങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ആരോഗ്യവകുപ്പിന് ചീഫ് സെക്രട്ടറിയുടെ വിമർശനം വന്നതിന് പിന്നാലെ കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. കെ ശൈലജ എന്ന മുൻ ആരോഗ്യമന്ത്രിയെ മാറ്റി വീണ ജോർജ് എന്ന പുതിയ ആരോഗ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ട് പുതിയ മാറ്റത്തിന്റെ കാഹളം മുഴക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വലിയ രീതിയിലുള്ള വിമർശന ശരങ്ങൾക്കൊടുവിൽ മികച്ച രീതിയിൽ തന്നെ പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് തന്നെ പോയി. വലിയ രീതിയിൽ വകുപ്പ് മുന്നോട്ട് പോയി മികവ് തെളിയിച്ചു. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പിന് ചീഫ് സെക്രട്ടറിയുടെ വിമർശനം ഉയർന്നു വരുമ്പോൾ, അതും ആരോഗ്യവകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് വിമർശനം ഉയർന്നു വരുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലപാട് വ്യക്തമാക്കുകയാണ്. ആരോഗ്യവകുപ്പിലെ ഒരു വിഭാഗം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ. ആരാണ് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും ചതിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലേ എന്ന ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. കോടതിയിലെ കേസുകൾ, സ്ഥലം മാറ്റം, അച്ചടക്ക നടപടികൾ, സീനിയോറിറ്റി ലിസ്റ്റ്, അവധി പുനഃക്രമീകരണം എന്നിവയിലടക്കം വീഴ്ചയുണ്ടായി എന്നാണ് ചീഫ് സെക്രട്ടറിയെ ഇഴകീറി വിമർശിച്ചിരിക്കുന്നത്. കോടതിയിൽ കെട്ടിക്കിടക്കുന്ന 30-ലേറെ വർഷത്തെ പഴക്കമുള്ള സർക്കാർ തീരുമാനങ്ങൾക്ക് മേലുള്ള കേസുകൾ വിധി വന്നിട്ട് നടപ്പാക്കാതെ ക്ഷണിച്ചു വരുത്തിയ കോടതിയലക്ഷ്യ കേസുകൾ കൃത്യമായി നോക്കാത്തതിനാൽ കോടതിയിൽ സർക്കാർ കേസ് തോറ്റുകൊടുക്കേണ്ടി വരുന്ന ഭീമൻ നഷ്ടപരിഹാരം തുടങ്ങി എല്ലാത്തിനും ചീഫ് സെക്രട്ടറി ഉത്തരം പറയേണ്ടി വരുന്നതോടെയാണ് സംസ്ഥാനതല യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഇക്കാര്യം വിശദമായി എടുത്തിട്ടത്. കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ആരോഗ്യ സെക്രട്ടറി കത്തും നൽകി. മോശം പ്രകടനമെന്ന യോഗത്തിലുണ്ടായ പരാമർശം എടുത്തു പറഞ്ഞ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിനെതിരായ വിമർശനവും കത്തിലുണ്ട്. 700 കേസുകളെങ്കിലും കോടതികളിലും മറ്റുമായി DHSൽ മാത്രമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. സ്ഥലമാറ്റം, അവധി, സ്ഥാനക്കയറ്റം എല്ലാത്തിലും തർക്കം. കോവിഡ് കാലത്ത് പോലും അർഹിച്ച ഗ്രേഡ് പേ, റേഷ്യോ പ്രൊമോഷൻ, ലീവ് സറണ്ടർ എന്നിവ നിഷേധിച്ചതിൽ KGMOA അടക്കം നിരന്തര സമരത്തിലും. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം രൂക്ഷമായ സമയത്ത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന തെറ്റായ ഉത്തരം നിയമസഭയിൽ ആരോഗ്യമന്ത്രിക്ക് തയ്യാറാക്കി നൽകിയതിലും ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാണ്. വകുപ്പ് ആസ്ഥാനത്ത് നിന്നും ഫയലുകൾ കാണാതായതിന് വിവാദങ്ങൾ വേറെ. നേരത്തെ കോവിഡ് മരണക്കണക്കുകളിലെ പിഴവിന് DMOമാരോട് വിശദീകരണം ചോദിച്ച് ആരോഗ്യ സെക്രട്ടറി താഴേക്ക് കത്തയച്ചിരുന്നു. അന്ന് സംസ്ഥാന തലത്തിൽ നടന്ന വെട്ടിക്കുറയ്ക്കലാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് കാട്ടി ഉദ്യോഗസ്ഥർ തന്നെ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നതിൽ വരും ദിവസങ്ങളിൽ വിശദമായ നിർദ്ദേശം പുറത്തിറങ്ങുമെന്നാണ് DMOമാർ പ്രതീക്ഷിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ടത് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രി കെ ശൈലജയുമാണ്. എന്നാൽ തുടർ ഭരണത്തിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ആരോഗ്യവകുപ്പ് എന്ന ചീഫ് സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെ വീണ ജോർജ് ആരോഗ്യമന്ത്രി തന്നെ ആരോഗ്യവകുപ്പിനുള്ളിൽ ഉള്ളവർ തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തന്റെ നിലപാടും മാധ്യമങ്ങളിലൂടെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.